ഹലോ, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത് ഒരു സ്പെഷ്യൽ ബിസ്ക്കറ്റപ്പത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 2 കോഴിമുട്ട നമുക്ക് പൊട്ടിച്ച് വയ്ക്കാം. പിന്നെ ഇതിൻ്റെ ഒരു മുട്ടയുടെ കുത്തു പോകാൻ വേണ്ടിയിട്ടും ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടും നമുക്കൊരു 4 5 ഏലക്കായും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് അടിച്ചെടുക്കണം. നല്ല പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞ് വരുന്നത് വരെ നന്നായിട്ട് അടിച്ചെടുക്കണം. ഇനി നമുക്കിതൊരു അരിപ്പയിലേക്ക് അടിച്ചെടുക്കാം. ഈ ഏലക്കായുടെ കുരുകളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ അടിച്ചെടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 3 കപ്പോളം മൈദ നമുക്കിതിലേക്ക് ആവശ്യമായിട്ട് വരും. അത് മൈദ മൊത്തത്തിൽ ചേർത്ത് കൊടുക്കാതെ കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കണം. ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നതിനിടയ്ക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കൂടെ നെയ്യും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് നമുക്കൊരു ചപ്പാത്തി മാവിൻ്റെ രൂപത്തിലാണ് വേണ്ടത്. അതിനുള്ള ആവശ്യമായിട്ടുള്ള മൈദ കുറേശ്ശെ ചേർത്ത് കൊടുത്ത് നമുക്ക് ഇതുപോലെ കുഴച്ച് മാറ്റിയെടുത്ത് വെക്കാം. ഇനി ഇതിൽ നിന്ന് നമ്മൾ ചെറിയ ഉരുളകളായിട്ട് ഇതുപോലെ പരത്തിയെടുക്കണം. ഇത് പരത്തി ഒരു ചപ്പാത്തി പരത്തുന്ന രീതിയിൽ നമ്മൾ കുറച്ച് കനത്തിൽ 1-2 ഇഞ്ച് കനത്തിൽ ചപ്പാത്തി പരത്തുന്ന പോലെ പരത്തിയെടുത്ത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. പല ഷേപ്പിൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. നമുക്കെന്തെങ്കിലും കയ്യിലെന്തെങ്കിലും മോൾഡുകളുണ്ടെങ്കിൽ ആ മോൾഡിൻ്റെ ഷേപ്പിലും നമുക്കിത് കട്ട് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു ബോട്ടിലിൻ്റെ ക്യാപ്പ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇതുപോലെ ഹാഫ് മൂൺ ഷേപ്പ് ആക്കിയിട്ടാണ് ഇത് കട്ട് ചെയ്തെടുക്കുന്നത്. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്സിൽ കട്ട് ചെയ്തെടുക്കാം. ഇനി ഞാൻ കാണിക്കുന്നത് നമ്മുടെ ട്രഡീഷണൽ ബിസ്ക്കറ്റപ്പത്തിൻ്റെ ഷേപ്പാണ്. ഈ പൊന്നാനി ഭാഗത്തുള്ളവരാണ് കൂടുതലായിട്ടും ഇങ്ങനത്തെ ബിസ്ക്കറ്റപ്പൊക്കെ ഉണ്ടാക്കുന്നത്. അവർ മെയിനായിട്ടും ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്ത് അത് റോൾ ചെയ്ത് ജസ്റ്റ് ഒരു റോൾ ചെയ്തിട്ട് അതിനെ പല ഷേപ്സിലാക്കിയിട്ടാണ് അവിടെയൊക്കെ കിട്ടുന്നത്. ഇതുപോലെ റോൾ ചെയ്ത് 8 ഷേപ്പിലാക്കിയിട്ട് നമുക്കെടുക്കാം. പല ഫ്ലവേഴ്സിൻ്റെ ഷേപ്പ് പോലെയാണ് നമ്മളിതെടുക്കുന്നത്. ഇങ്ങനെ ഒരു ഷേപ്പാക്കി എടുക്കാം. പിന്നെ നമുക്ക് 3 കെട്ടുകളാക്കിയിട്ട് അങ്ങനെ അതുപോലെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം ഡിഫറെൻറ്റ് ഷേപ്സ്. ഇനി നമുക്കിതിനെ എണ്ണ ചൂടായി അതിലേക്കിട്ട് വറുത്തെടുക്കാം. ഒരു ബ്രൗൺ കളറാകുമ്പോൾ തന്നെ ഇത് കോരിയെടുക്കാം. നല്ല ക്രിസ്പിയാണ്. ഇത് ക്രിസ്പി ആയിട്ട് കിട്ടും. നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ കഴിക്കാൻ കൊടുക്കാവുന്നതാണ്. ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്ക് ഓപ്ഷനാണ്. കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്നതാണ്. ഞാനിവിടെ നേരത്തെ ഉണ്ടാക്കി വെച്ച എല്ലാ ഷേപ്സും ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ പരത്തി നമ്മളങ്ങനെ കുറേ നേരം വെക്കുമ്പോൾ അതെല്ലാം ഒട്ടിപ്പിടിച്ച് പോകും. അതുകൊണ്ട് ഞാൻ 2 ബാച്ച് ഉണ്ടാക്കിയിട്ട് അത് ഫ്രൈ ചെയ്തെടുത്തു. എന്നിട്ടാണ് ഞാൻ ബാക്കിയുള്ള അനദർ ബാച്ച് പരത്തിയെടുക്കുന്നത്. ഇത് ഞാൻ മോൾഡ് വെച്ചിട്ടും പിന്നെ ഒരെണ്ണം ജസ്റ്റ് കത്തി കൊണ്ട് ഇങ്ങനെ വരഞ്ഞിട്ട് ഷേപ്പാക്കി എടുത്തതാണ്. അത് ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ്. എന്നിട്ട് ഞാൻ ബാക്കിയുള്ള എല്ലാ മാവും ഈ 2 ഷേപ്പും കൂടെ ആക്കിയിട്ട് ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഷേപ്പുകളും കൂടെ ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല എളുപ്പത്തിൽ കുട്ടികൾക്കൊക്കെ വെക്കേഷൻ ടൈമിലൊക്കെ, ഇപ്പോൾ വെക്കേഷൻ ആണല്ലോ, അപ്പം കുട്ടികൾക്ക് എപ്പോഴും എന്തെങ്കിലുമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കണ്ട. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ നല്ലതാണ്. ഇപ്പോൾ ഞാൻ കുറച്ചിവിടെ ബോൾസ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് റൗണ്ട് ഷേപ്പ് ആക്കിയിട്ട് സ്മോൾ ബോൾസ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. നല്ല ക്രിസ്പിയാണ്, നല്ല ടേസ്റ്റാണ്. മധുരമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇടാം. ഇതൊരു മീഡിയം മധുരം മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരുപാട് മധുരം വേണമെന്നുള്ളവർക്ക് ഒരുപാട് മധുരം ഇട്ടിട്ടുണ്ടാക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്.